കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്തുപറ്റി? എന്താ ഇവിടെ ഒരു ബഹളം? വാ അമ്മായി, ഇത് കണ്ടില്ലേ? 500 വാങ്ങിച്ചിട്ട് ചില്ലറ എന്താ തരാതെന്ന് ചോദിച്ചപ്പോ വായി തോന്നിയതൊക്കെ പറയുന്നു. അത് കേട്ട് ഇവിടെ ഒരാൾ ചിരിക്കുക. എന്താ കൊച്ചേ, ഞാൻ പറഞ്ഞത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതിയോ? കൊച്ചു പറഞ്ഞ കൂടെ അങ്ങനെ പറഞ്ഞു കൊടുക്ക്. കാര്യം ഞാൻ പറയാൻ കൗശല്യം. തേച്ചോണ്ട് വന്ന തുണിക്ക് മൊത്തം 352 രൂപയായി. വൈദേഹി ചേച്ചി 500 നോട്ട് എടുത്തു തന്നു. ചില്ലറ ഇല്ലെന്ന് പറഞ്ഞപ്പോ വെച്ചോളാൻ പറഞ്ഞു. ഉടനെ ഞാനെന്താ നിങ്ങളെ കളിപ്പിക്കുകയാണെന്ന് വെച്ച് എന്റെ നേരെ ചാടി കയറി വന്നേക്കുവാ. അത് ചോദിച്ചേര് ഈ കൊച്ചന്റെ കരണക്കുറ്റിക്ക് തല്ലി. ഇവിടുത്തെ മരുമോൾ ഒന്നും പറഞ്ഞില്ല. ഇവർക്ക് തന്നെ അതിന്റെ കേടാ. ഇതാരാ കൗസല്യമേ? രാഘവ, ഇനിയൊരു അക്ഷരം മിണ്ടിയാ അവളല്ല, ഞാന് നിന്റെ പല്ലടിച്ചു കുഴിക്കാം. കൗസല്യമേ, അവൾ ആരാന്ന് നീ കരുതിയിരിക്കുന്നെ? അമ്മയൊന്നും മിണ്ടാതിരിക്കെ. രാഘവൻ പറഞ്ഞതിലും തെറ്റൊന്നുമില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ മാളവിക ഈ വീടും തമ്മിൽ എന്താ ബന്ധം? ഊർമിളെ, നീ എന്താ പിന്നെ തുടങ്ങിയോ? ഞാൻ പറഞ്ഞതൊക്കെ സത്യമല്ലേ അമ്മേ? മാളവിക അമ്മയുടെ അനന്തരവളായിരിക്കാം, ദേവന്റെ ഭാര്യയുമായിരിക്കാം. എന്നാലും ഇതൊന്നും നാട്ടുകാരും അറിഞ്ഞിട്ടില്ലല്ലോ. നാട്ടുകാരുടെ കാര്യം പോട്ടെ, അമ്മയുടെ മോനെങ്കിലും മാളവികയെ ഭാര്യയായിട്ട് അംഗീകരിച്ചിട്ടുണ്ടോ? ഇവിടെ നടന്ന കാര്യം വല്ലതും ആണോ നീ സംസാരിക്കുന്നത്? രാഘവൻ തുണി തേച്ചന് പൈസ വയ്ക്കാൻ വന്നതല്ലേ? അതിനിടയ്ക്ക് എന്തിനാ ഈ മരുമോൾ പുരാണമൊക്കെ? അജയൻ ചേട്ടാ, എന്നുവെച്ചാ ഊർമിളേച്ചി ചേച്ചി പറഞ്ഞത്. എന്റെ ദൈവമേ, ഞാൻ എന്നാ കേൾക്കുന്നേ? ഈ പെങ്കൊച്ചി ദേവചേട്ടന്റെ ഭാര്യയാണെന്നാ? അതേലോ രാഘവ, അവളും ദേവന്റെ ഭാര്യ തന്നെയാണ്. അജയൻ എന്തു പറയുന്നു? ഇപ്പൊ മനസ്സിലായോ മരുമോൾ പുരാണം ഞാൻ എന്തിനാ എടുത്തതെന്ന്? സ്വന്തം ഭർത്താവ് പോലും ഭാര്യ അംഗീകരിക്കാത്തപ്പോ ഈ പണിക്കാരും തുണിതേപ്പുകാരും ഒക്കെ മാളവികയോട് തട്ടിക്കേറിയതിൽ എന്താ തെറ്റ്? അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അയ്യോ മാപ്പാക്കണ, ഞാനൊന്നും അറിഞ്ഞില്ല. ഞാൻ വേണമെങ്കിൽ കാര്യം വിളിക്കാൻ എന്നോട് മാപ്പാക്കണ ചേച്ചി. ചേട്ടാ, ഇത് ചേട്ടന്റെ ഭാര്യ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഭാര്യയായിട്ട് വൈദേഹി ചേച്ചി ഉണ്ടല്ലോ. ചേച്ചി ഉള്ളപ്പോ ചേച്ചിയുടെ സ്ഥാനത്തേക്ക് വേറൊരാൾ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഇതൊക്കെ വലിയ വീട്ടിലെ കാര്യങ്ങളാണേ. എനിക്ക് മനസ്സിലാവില്ലേ, എന്നോട് ക്ഷമിക്കണേ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അറിയാതെ എനിക്ക് തെറ്റിട്ട് പോയതാണേ. അറിയില്ലാന്നും പറഞ്ഞ് പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞില്ലേ? ഇനി പോവാൻ നോക്ക്. പൊയ്ക്കോ പൊയ്ക്കോ. മാപ്പാക്കണേ, എന്നോട് മാപ്പാക്കണേ ചേട്ടാ. ചേട്ടൻ രണ്ടാമത് കെട്ടിയാലും എനിക്ക് അറിയില്ലായിരുന്നു ചേട്ടാ. വേണമെങ്കിൽ ചേട്ടൻ കാല് പിടിച്ച് മാപ്പ് പറയാം ചേട്ടാ. തെറ്റ് പറ്റിപ്പോയി ചേട്ടാ, വലിയ തെറ്റാ. അയ്യോ ഏമാനും എന്നോട് ക്ഷമിക്ക്. തെറ്റ് പറ്റിപ്പോയി. കൗസല്യ എന്നോട് ക്ഷമിക്ക്. തെറ്റായി പോയി. ഒന്ന് പോകുന്നുണ്ടോ?
മോളെ മാളവികെ, രാഘവൻ പറഞ്ഞതൊന്നും നീ കാര്യമാക്കണ്ട. ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാ. ഇതൊക്കെ ഞാൻ എങ്ങനെ കാര്യമാക്കാതിരിക്കും അമ്മായി? ഇന്നൊരു തേപ്പുകാരൻ പറഞ്ഞു, നാളെ പച്ചക്കറി വിൽക്കുന്നവൻ പറയും. പേരിന് മാത്രം ഞാൻ ഈ വീട്ടിലെ മരുമോള്. പക്ഷെ എനിക്ക് ഈ വീട്ടിൽ ഒരു വിലയില്ല. പുറത്തുള്ളവരെന്തൊക്കെയാ പറയുന്നേ? ഈ വീട്ടിൽ ഇങ്ങനെ നിൽക്കുന്നതിലും ഭേദം ഇറങ്ങി പോവുകയാണെന്ന് പലതവണ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ. ഇങ്ങനെ ഒരു ജീവിതം എനിക്ക് എന്തിനാ? ഇതിലും ഭേദം ഞാൻ ചാവുന്നതാ. മോളെ, വൈദേഹി നീ വാ. വരാൻ. മാളവികെ, മോളെ മാളവികെ, വാതിൽ തുറക്കും. മോളെ മോളെ മാളവികെ, മോളെ 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 മാളവികെ, മാളവികെ വാതിൽ തുറക്കും. മോളെ മാളവികെ, മാളവികെ, മാളവികെ വാതിൽ തുറക്ക്. മാളവികെ വാതിൽ തുറക്കാൻ. മാളവികെ, മാളവികെ, എനിക്കിത് പേടിയാവുന്നു. വാതിൽ തുറക്ക്. മാളവികെ പറയുന്നേക്ക് വാതിൽ തുറക്ക്. എന്തെങ്കിലും ഒന്ന് ചെയ്താ. വെറുതെ ഇവരെല്ലാരും പേടിക്കുന്നത്. ഇവിടെയുള്ളവരുടെ ജീവൻ എടുക്കാതെ അവൾ ഇവിടുന്ന് പോവാനോ? ഇതൊക്കെ വെറും അഭിനയ. പറഞ്ഞാലോട്ട് ആർക്കും മനസ്സിലാവില്ല. വാതിൽ തുറക്ക് മോളെ. മാളവികെ. ദേവ, നീ എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ? അയാൾ അങ്ങനെയൊക്കെ പറഞ്ഞതിനേക്കാളും നിങ്ങൾ ആരും മൈൻഡ് ആക്കുന്നില്ലെന്നുള്ളത് അവളുടെ വിഷമം. അകത്തെങ്ങാനും കിടന്ന് തൂങ്ങി ചത്താലോ? വാതില് തല്ലി പൊളിക്കാൻ നോക്ക്. വിനയ, ഈ വാതിൽ തുറക്കാൻ നോക്ക്. അമ്മ, ഈ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. മോളെ, ഈ വാതിലൊന്ന് തുറക്ക്. മോളെ മാളവികെ, വാതിൽ തുറക്കും മോളെ, പ്ലീസ്. മറ്റുള്ളവരെ കൊല്ലാൻ വന്നവള് സ്വയം മരിക്കാനോ? എന്ത് നിനക്ക് പറ്റിയത്? നീ വല്ലതും ചെയ്തു പോകുന്ന വരെ ഞാൻ പേടിച്ചു. എന്തിനാ അമ്മായി പേടിക്കുന്നേ? ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് വിചാരിച്ചു. ആത്മഹത്യ ചെയ്യണമെന്ന് തന്നെ കരുതിയത്. പക്ഷേ ഞാൻ മരിക്കുന്നതോടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് മോചനം കിട്ടുമായിരിക്കും.
പക്ഷെ അവിടെ തൊട്ട് നിങ്ങളുടെയൊക്കെ പ്രശ്നങ്ങൾ തുടങ്ങില്ലേ? ദേവേട്ടൻ എന്നെ ഭാര്യയായി അംഗീകരിച്ചില്ലെങ്കിലും, ഈ സമൂഹം എന്നെ കൊട്ടാരം വീട്ടിലെ മരുമകളായി കണ്ടില്ലെങ്കിലും, അമ്മായി അമ്മാവനും എന്നെ നിങ്ങളുടെ അനന്തരവളായി സ്വീകരിച്ചില്ലേ? അതുമാത്രം മതി എനിക്ക്. അമ്മാവൻ എന്നിലൂടെയാണ് അമ്മയെ കാണുന്നതെന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാനും ഇവിടുന്ന് പോയാ അമ്മ ഇവിടുന്ന് പോയേക്കാളും അമ്മാവൻ ഒരുപാട് വിഷമിക്കും. അമ്മ അന്ന് ചെയ്ത ആ തെറ്റ് ഞാൻ ഒരിക്കലും ആവർത്തിക്കില്ല. എത്ര അപമാനം സഹിച്ചാലും വേണ്ടില്ല, എന്തൊക്കെ വിഷമങ്ങൾ വന്നാലും വേണ്ടില്ല, എന്നാലും അമ്മാവനെ ഉപേക്ഷിച്ച് ഞാൻ ഒരിക്കലും ഇവിടുന്ന് പോവില്ല അമ്മാവ. ഈ സ്നേഹം മാത്രം മതി മോളെ. അമ്മാവൻ ഇനി 100 വർഷം ജീവിച്ചിരിക്കും. നിനക്ക് ഓസ്കാർ അവാർഡ് പോലും മതിയാവില്ല. ശരിക്കുള്ള അനന്തരവൾക്ക് പോലും ഇത്രയും സ്നേഹം പ്രകടിപ്പിക്കാനാവില്ല. ഈ അഭിനയം കൊണ്ടല്ലേ എല്ലാവരും നിന്നെ അന്ധമായി വിശ്വസിക്കുന്നത്. നീ ആരാന്നും എവിടുന്ന് വന്നെന്നും അറിയുന്നത് വരെ ഇതിനൊരു അന്തം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മാളവികയ്ക്ക് എന്ത് സംഭവിച്ചാലും സാരമില്ല. അവളുടെ ജീവിതത്തെക്കുറിച്ച് ഇവിടെ ആർക്കും ചിന്തയില്ല. നിങ്ങൾക്കൊക്കെ വേണ്ടി എല്ലാം സഹിച്ച് സ്വന്തം ജീവിതം അവള് ഹോമിക്കണം. ദേവാ, ഇനി നിനക്ക് ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ. മാളവിക നിന്റെ ഭാര്യാസ്ഥാനം അവകാശപ്പെടുന്നില്ല. അതുകൊണ്ട് ഇനി ആ കാര്യം ഓർത്ത് നിനക്ക് യാതൊരു ടെൻഷനും വേണ്ട. ഒന്ന് നിർത്തുന്നുണ്ടോ ഊർമിളെ? സ്ഥാനത്ത് ഓരോന്ന് പറഞ്ഞോളൂ. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങളൊക്കെയുണ്ട്. അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറയുന്നത് സത്യമാണെന്ന് അമ്മയ്ക്കും അറിയാം. ഓർമ്മളേച്ചി, എനിക്ക് വേണ്ടി ചേച്ചി എന്തിനാ വെറുതെ ഓരോന്ന് കേൾക്കുന്നത്? അമ്മാവനെ അമ്മായിയെ വിഷമിപ്പിക്കണ്ട. എന്റെ ജീവിതം എന്റെ തലയിലെഴുത്ത് പോലെ നടക്കട്ടെ. എനിക്ക് എന്റെ കുടുംബത്തിന്റെ സന്തോഷം മാത്രം വലുത്. മതി, നിർത്തുമോളെ. ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ത്യജിക്കാൻ നീ തയ്യാറാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ എന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ ജീവിതം തകർന്നടിയാൻ ഈ അമ്മ ഒരിക്കലും സമ്മതിക്കില്ല. നിനക്കെതിരെ ഇവിടെ ഒരു അന്യായം നടക്കുന്നെങ്കിൽ അത് കാണാൻ ഞാൻ ജീവനോടെ ഉണ്ടാവില്ല. കൗസല്യേ, അല്ലാതെ എന്താ ദാസേട്ടാ, ഇവളുടെ ജീവിതം തകരുന്നത് ദാസേട്ടനെ നോക്കി നിൽക്കാൻ പറ്റുമോ? എനിക്കിത് കണ്ടു നിൽക്കാനാവില്ല. നിന്റെ അധികാരവും അവകാശവും സ്ഥാനവും നിനക്ക് കിട്ടിയിരിക്കും മോളെ. ഇത് ഈ കൊട്ടാരം വീട്ടിലെ കൗസല്യയുടെ വാക്ക്. അമ്മ എന്തിനാ ഇവയ്ക്ക് ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തത്? എന്റെ അമ്മയുടെ ഉദ്ദേശം
എനിക്കിത് കണ്ടു നിൽക്കാനാവില്ല. നിന്റെ അധികാരവും അവകാശവും സ്ഥാനവും നിനക്ക് കിട്ടിയിരിക്കും മോളെ. ഇത് ഈ കൊട്ടാരം വീട്ടിലെ കൗസല്യയുടെ വാക്കാ. എന്തായിരിക്കും അമ്മയുടെ മനസ്സിലെ തീരുമാനം? മാളവികയ്ക്ക് അന്യായം നടക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ ദേവേട്ടൻ മാളവികയെ ഭാര്യയായിട്ട് അംഗീകരിക്കുന്നില്ല എന്നുള്ളതല്ലേ അമ്മയുടെ മനസ്സിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഒരിക്കലും അങ്ങനെയൊന്നും നടക്കില്ലെന്ന് ദേവേട്ടൻ ഉറപ്പിച്ച് പറഞ്ഞതാ. പിന്നെ എന്താ അമ്മ ഇങ്ങനെ? എന്താ വൈദേഹി ആലോചിക്കുന്നേ? അമ്മായി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന ഒട്ടും ഓർത്തില്ല അല്ലേ? വല്ലാത്ത ഷോക്കായി പോയല്ലേ? എനിക്കെന്ത് ഷോക്ക്? നിന്റെ ഈ പ്രകടനമൊന്നും സത്യമല്ലെന്ന് ആരെക്കാളും എനിക്കറിയാലോ. പാവ അമ്മ ഇപ്പോഴും നിന്റെ കണ്ണടച്ച് വിശ്വസിക്കുകയാണല്ലോ എന്നുള്ള വിഷമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നതല്ല. എന്റെ പ്ലാൻ തന്നെ അതല്ലായിരുന്നോ? അമ്മായിക്ക് ഇപ്പൊ എന്നെ ദേവന്റെ ഭാര്യയാക്കണം. അതിനുവേണ്ടി അമ്മായി എന്തും ചെയ്തെന്നിരിക്കും. അമ്മായിയുടെ ആ സപ്പോർട്ട് ഉള്ളിടത്തോളം കാലം എന്റെ അടുത്ത് നിന്റെ ഒരു കളി നടക്കാൻ പോണില്ല. നിന്റെ ശരിക്കുള്ള നിറം അറിയാതെ അമ്മ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നേ. അത് അറിഞ്ഞു കഴിയുമ്പോ കഥ മാറി മറിയില്ലേ? അതിനറിഞ്ഞിട്ട് വേണ്ടേ? അറിയാൻ പോകുന്നില്ലല്ലോ. ഞാൻ വിചാരിച്ച കാര്യം നടക്കുന്നതുവരെ എന്നെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഈ വീട്ടിലൊരു പൂച്ച പോലും അറിയാൻ പോകുന്നില്ല. എന്നുവെച്ചാ നിനക്കെല്ലാം അറിയായിരിക്കും. പക്ഷേ നീ ചെന്ന് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല. ദേവന് നിന്റെ ഭർത്താവായി കിട്ടാനുള്ള സ്വാർത്ഥത കൊണ്ട് എന്നെ പറ്റി ഏഷണി പറയാണെന്ന് എല്ലാരും വിചാരിക്കൂ. എന്നായാലും ഒരിക്കലെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇവിടുന്ന് പുറത്തിറങ്ങി പോണ്ടവളല്ലേ നീ? അതറിയാവുന്നോണ്ട് നിന്റെ വാക്കാരും വിലക്കെടുക്കില്ല. ആരാ ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോവാൻ പോകുന്നേന്ന് വരും കാലം തീരുമാനിച്ചോളൂ. തീരുമാനിക്കട്ടെ. വരും കാലം ഇനി ഞാനാ തീരുമാനിക്കുന്നെങ്കിലോ? ഞാൻ വിചാരിക്കുന്ന പോലെയൊക്കെ ഞാൻ വരുത്തി തീർക്കും. ഇന്നലെ രാത്രി